തിരുവനന്തപുരം സ്വദേശിനിയായ റോസ്ലെറ്റിൻ്റെ ജീവിതാനുഭവങ്ങളാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. മരണത്തിലേക്ക് വഴുതി വീണ മകന്റെ ശരീരം കരങ്ങളിൽ വഹിച്ച് വിങ്ങിയ മനസ്സുമായി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗീയ സാന്ത്വനം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്ത അനുഭവങ്ങൾ നമ്മോട് വിവരിക്കുകയാണ് റോസ്ലെറ്റ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഒരു ക്രിസ്തീയ പാരമ്പര്യ കുടുംബത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ മാതാപിതാക്കൾ യേശുവാണ് ദൈവമെന്നും യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും വളരെ സ്ട്രിക്റ്റോടുകൂടി എന്നെ പഠിപ്പിക്കുകയും എന്നെ ആ രീതിയിൽ വളർത്തുകയും ചെയ്തു. ഞങ്ങൾ 3 മക്കളാണ്. അതിൽ മൂത്ത ആളാണ് ഞാൻ കുഞ്ഞിലെ തന്നെ ദൈവവുമായിട്ട് അടുത്ത ബന്ധത്തിൽ ഞാൻ ജീവിച്ചു. കുഞ്ഞിലെ തന്നെ ആലയവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ പങ്കെടുക്കുകയും ഞാൻ യേശുവിൻ്റെ വചനത്തെ പഠിക്കുകയും ഞാൻ യേശുവുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. കുഞ്ഞിലെ തന്നെ ഞാൻ ബൈബിൾ 2-3 പ്രാവശ്യം വായിച്ച് തീർത്തിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ വിവാഹ സമയമായപ്പോൾ എന്നെ ഒരു നല്ല കുടുംബം നോക്കി എൻ്റെ മാതാപിതാക്കൾ എന്നെ വിവാഹം കഴിച്ചയച്ചു. ഞാൻ പുസ്തകവുമായി പോകുമ്പോൾ എന്നെ കളിയാക്കുന്ന ഒരനുഭവമായിരുന്നു. എന്നാൽ ആദ്യത്തെ ഒരു വർഷം അങ്ങനെ ഞാൻ ആലയത്തിൽ പോവുകയും നാമധേയമായി ഞാൻ മാറ്റപ്പെടുകയും ചെയ്തു. വെറുതെ ആലയത്തിൽ പോവുക, ആരാധിക്കുക, ആ രീതിയിലാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മകനെ ദൈവം നൽകി. ഞാൻ അങ്ങനെ മകനെ വളർത്തി വരുമ്പോൾ 3 മാസം പ്രായമായ കുഞ്ഞ്. അപ്പോൾ അമ്മ എന്നെ പഠിപ്പിച്ചതും ഞാൻ പഠിച്ചു വന്നതും യേശുവാണ് ദൈവമെന്നാണ്, യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് എൻ്റെ അറിവും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ 3 മാസമായ കുഞ്ഞ് ഒരു ദിവസം പ്രഭാതത്തിൽ കരയാൻ തുടങ്ങി. അവന് വിശന്നിട്ടാണ് കരയുന്നത്. പക്ഷേ അവന് പാൽ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ നിർബന്ധമായ കരച്ചിൽ. അപ്പോൾ ഈ കരച്ചിൽ ഒരിക്കലും അവൻ അടക്കുന്നില്ല. പക്ഷേ അവൻ വിശന്നിട്ടാണ് കരയുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു, നമുക്കൊരു മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുപോകാം, അവനെ ആ മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ ഈ കരച്ചിൽ തീരും, അതുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ സമയം മന്ത്രവാദിയുടെ അടുക്കൽ പോകുകയെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാനിതുവരെ എനിക്കത് പോകാൻ ഭയമായിരുന്നു. അങ്ങനെ ഇരുന്ന സംഭവത്ത് എനിക്കങ്ങനെ ആ മന്ത്രവാദിയുടെ അടുക്കൽ പോണത് എനിക്ക് ഇഷ്ടമല്ല, എനിക്കത് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ റൂമിൽ കയറി പ്രാർത്ഥിച്ച ഒരൊറ്റ പ്രാർത്ഥനയാണ്. എനിക്ക് യേശുവിനെ നന്നായിട്ട് അറിയാം. യേശു 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ അന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഈ യേശു യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവമാണോ? ഈ ജീവിക്കുന്ന ദൈവമാണ് എങ്കിൽ, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ മന്ത്രവാദിയുടെ അരികിൽ പോകാൻ നീ അനുവദിക്കരുത്. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരൊറ്റ പ്രാർത്ഥന, അന്ന് 3 മണിയാണ് മന്ത്രവാദിയെ കാണേണ്ട ടൈം പറഞ്ഞത്. പക്ഷെ ഞാനൊരു 2 മണി വരെയെങ്കിലും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കാണും. യേശു ജീവിക്കുന്ന ദൈവമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ മന്ത്രവാദിയുടെ അരികിൽ കൊണ്ടുപോകാൻ പാടില്ല. എല്ലാവരും വളരെ സ്ട്രിക്റ്റോട്ട് പറയുകയാണ്, മന്ത്രവാദിയുടെ അരികിൽ പോയാൽ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറും, അവനെ മന്ത്രവാദിയുടെ അരികിൽ കൊണ്ടുപോകണം. ഇത് നിർബന്ധമായപ്പോൾ, ടൈമായപ്പോൾ ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മയുടെ പുറകെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ ക്ലാസ് എടുത്ത് എന്നെ വിടുകയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മായിയമ്മ മുമ്പേ പോയി, അതിൻ്റെ പുറകിൽ ഞാൻ കുഞ്ഞുമായിട്ട് ഇറങ്ങി. മനസ്സില്ലാ മനസ്സോടെ ഞാൻ മന്ത്രവാദിയുടെ അരികിലേക്ക് പോകാൻ ഇറങ്ങി 3-4 സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ. ഹസ്ബൻഡ് തിരിച്ചു വിളിച്ചു, പറഞ്ഞു, ഇനി മന്ത്രവാദിയുടെ അരികിൽ നീ പോകണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിശ്വസിച്ചു യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ യേശുവിനെ വിട്ടുകളഞ്ഞില്ല. ഞാൻ ഈ യേശുവിനെ മുറുകെ പിടിച്ചു. കാരണം എനിക്ക് അനുഭവമുള്ള ഞാൻ പഠിച്ചിട്ടുള്ള യേശു റിയലാണ് എന്ന് എനിക്ക് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് എനിക്കത് മുറുകെ പിടിക്കാൻ പറ്റി. ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ദൈവത്തെ ആരാധിക്കാത്ത ആളാണ്, ദൈവത്തെ ആരാധിക്കാൻ താല്പര്യം കാണിക്കാത്ത ആളാണ്. ഞാൻ എൻ്റെ യേശുവിനെ മുറുകെ പിടിച്ചു. ഞാൻ അതറിഞ്ഞു എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്. കുഞ്ഞിനെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവൻ്റെ മൂക്ക് 2 അടഞ്ഞിരുന്നത് കൊണ്ടാണ്, പാല് വലിച്ചു കുടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുഞ്ഞ് കരഞ്ഞത്. അതോടുകൂടി എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. ഞാൻ ഈ വിശ്വാസത്തിൽ നിന്നും മാറിയില്ല. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ യേശുവുമായിട്ട് ഷെയർ ചെയ്തു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. കുഞ്ഞ് മരിക്കത്തക്ക രോഗം വന്നു. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടുപോയി. ഒരിക്കൽ പനി വന്നു, അതായത് ജന്നി വന്നിട്ട് കുഞ്ഞ് കയ്യിലിരുന്ന് മരിച്ചതുപോലെ തോന്നി.
എനിക്കൊരൊറ്റ വിളിക്കാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. ഞാൻ ഹോസ്പിറ്റൽ വരെ വിളിച്ചു. ഓട്ടോയിൽ കൊണ്ടുപോയി, ഓട്ടോക്കാരൻ വഴിയിൽ ഉപേക്ഷിച്ച് പോയി. എന്നിട്ട് അവനെ അടുത്തൊരു വട്ടപ്പാറ വന്നിട്ടൊരു കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മരിച്ച കയ്യിലിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാനപ്പോൾ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഇവനെ നീ ജീവനോടെ തന്നാൽ ഞാൻ എൻ്റെ മകനെ നിനക്കായി തന്നേക്കാമെന്ന് ഞാനൊരു നേർച്ച നേർന്നു. പക്ഷേ അവിടെ ചെന്നതും അവർ ഐസ് വാട്ടറാണെന്ന് എടുത്ത് മേശപ്പുറത്ത് ഒക്കെ ഒഴിച്ചിട്ട് കുഞ്ഞിനെ അതിൻ്റെ മീതെ കിടത്താൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ്റെ മേൽ ആ ഒരു ജീവൻ വന്നു, അവൻ കൈകാലിട്ടടിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ പ്രതിഷ്ഠിച്ചതാണ് എൻ്റെ കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ വന്നു എന്ന് പറഞ്ഞ് ഞാൻ അവനെ പഠിപ്പിക്കുകയാണ്. പക്ഷേ വീടിനകത്ത് എതിരാണ്, പ്രാർത്ഥനയ്ക്ക് പോകാൻ പാടില്ല, ആരാധനയ്ക്ക് പോകാൻ പാടില്ല. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഒത്തിരി കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ചേച്ചിയുടെ മകൻ പിന്നെ നല്ല വിശ്വാസിയാണ്. അവൻ വന്നെന്നെ വിളിക്കും, കുഞ്ഞമ്മ നമുക്കൊരു പ്രയറുണ്ട്, അടുത്ത് പോകാമെന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഞാൻ അവനോടുകൂടെ പ്രയറിന് പോകും. അത് അനുവദിച്ചിട്ടാണ് പോണത്, പക്ഷേ ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിന് മുമ്പ് വീട്ടിൽ വരണം. പക്ഷേ ചിലപ്പോൾ ആ ടൈമിന് എത്താൻ കഴിയത്തില്ല, കുറച്ച് ദൂരെയാണ്, നടന്നു വേണം വരാൻ. അപ്പോൾ നമ്മൾ സമയത്ത് എത്താറില്ല. ഒരു ദിവസം കുഞ്ഞുമായി ഞാൻ ആരാധനയ്ക്ക് പോയി മടങ്ങി വന്നപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞ് 9-9:15 എൻ്റെ കൂടെ വേറൊരു ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി അടുത്ത വീട്ടിലാണ്. ചേച്ചി അങ്ങ് പോയി, ഞാൻ ഈ വീട്ടിലേക്ക്. പക്ഷേ എനിക്ക് വേണ്ടി വീടിൻ്റെ ഡോറ് തുറന്നു തന്നില്ല. ഞാനും കുഞ്ഞും കൂടെ ഡോറിൻ്റെ അരികിലിരുന്നു. ഡോറിൻ്റെ അരികിൽ കുറേ നേരം ഒരുപാട് സമയം ഇരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ചേട്ടൻ്റെ പപ്പ വന്നു ഫ്രണ്ടിൽ ഡോറ് തുറന്നു തന്നു. അപ്പോൾ ഒരു ചെറിയ റൂം ഇട സൈഡിൽ റൂമുണ്ട്. ഞാൻ ആ റൂമിൽ പോയി കിടന്നു, കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട്. പക്ഷേ പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ ഈ കുഞ്ഞ് അത് കേട്ടിരുന്നു, പക്ഷേ അതെനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആര് വന്നാലും എനിക്ക് ഒരൊറ്റ ഒരു വിഷയമുള്ളൂ, ഭർത്താവിൻ്റെ മാനസാന്തരം. എന്നാൽ എല്ലാവരും എന്നെ കളിയാക്കി. ചേട്ടനെ സഹോദരിമാർ കളിയാക്കി, അണ്ണന്മാർ കളിയാക്കി, വീട്ടിലെ പപ്പയും അമ്മയും കളിയാക്കി. അതൊരിക്കലും നടക്കുന്ന സംഭവമല്ല. ഹസ്ബൻഡ് ഒരിക്കലും പിന്നെ ദൈവത്തെ ആരാധിക്കുക, ദൈവദിനസ്ഥലത്ത് നിന്ന് മുട്ട് മടക്കുക, അത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ട ആ ഒരു വിശ്വാസം എൻ്റെ ദൈവത്താൽ കഴിയും എന്ന് ഞാൻ അതിനെ ഉറച്ചു. യേശുവിനെ കൊണ്ട് കഴിയാത്തായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. എന്നാൽ എൻ്റെ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് രോഗിയായി മാറും. ഈ രോഗിയായി മാറുമ്പോഴൊക്കെ ഞാൻ അവനെ പാട്ടുപാടിയും പ്രാർത്ഥിച്ചും അവൻ്റെ ഉള്ളിൽ ആ യേശുവിൻ്റെ സ്നേഹം ഉള്ളതുകൊണ്ട് അവൻ പപ്പയോട് പറയാൻ തുടങ്ങി, എനിക്ക് പ്രാർത്ഥിക്കാൻ പോകണം പപ്പ, എനിക്ക് ആരാധിക്കാൻ പോകണം പപ്പ, എനിക്ക് വേണ്ടി പപ്പ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവൻ പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കുഞ്ഞിന് അന്ന് ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞു പറഞ്ഞു, നമുക്കിനി പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് പപ്പയെ കൂടി വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. അന്നത്തെ ദേവദാസൻ മെസ്സേജിന് സമയമായി എണീറ്റപ്പോൾ ചേട്ടൻ്റെ അവസ്ഥ ദേവദാസൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതുവരെ കണ്ടിട്ടില്ലാത്ത, എന്നെ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ചേട്ടൻ അത് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. എന്നാൽ അതോടുകൂടി ഈ അവൻ്റെ ചേട്ടൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം അല്പാൽപമായി വീഴാൻ തുടങ്ങി. എന്നാൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങൾ കടന്നുപോയി. എങ്കിലും കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ടു. എനിക്ക് പിന്നീട് ഒരു മകനും കൂടെ ഉണ്ടായി. ഞങ്ങൾ 4 പേരും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആരാധിച്ചു പോന്നു. പക്ഷേ എന്നിട്ടും ഒത്തിരി പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. എൻ്റെ മൂത്ത മകൻ രോഗിയായിരുന്നു. ഞാൻ അവനെ വളർത്തിയത് കർത്താവിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ അവന് അതിന് താല്പര്യമില്ല. എനിക്ക് പഠിച്ച് വലിയ ആളാവണം, വലിയ സാറാവണം എന്നൊക്കെ അവൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ആഗ്രഹത്തിൽ ഒത്തവണ്ണം പഠിച്ചു. അവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് BEdന് പോയി ടീച്ചറാവണമെന്നാണ് അവൻ ആഗ്രഹം. അവൻ ടീച്ചറാവാൻ വേണ്ടി പഠിച്ചു. പക്ഷേ അപ്പോഴും ഞാൻ പറയും, ഇല്ല, നിനക്ക് ജീവൻ കർത്താവ് രണ്ടാമത് തന്നതാണ്, നീ ദൈവത്തിനുള്ളതാണ്. നിൻ്റെ ജീവൻ നമുക്കാർക്കും പറയാനുള്ളതല്ല, ദൈവൻ രണ്ടാമത് തന്നതുകൊണ്ട് നീ ദൈവത്തിനുള്ളവനാണ്. അപ്പോൾ നീ ദൈവത്തിന് വേണ്ടി തന്നെ ജീവിക്കണം. അപ്പോഴും ഞാൻ മമ്മി ചുമ്മാ പറയണതാണ് എന്നവൻ പറയുമായിരുന്നു. എന്നാൽ വീണ്ടും അവന് രോഗം വരാൻ തുടങ്ങി. അവൻ 9ാം ക്ലാസ്സിൽ പഠിച്ചു വന്നപ്പം അവന് എലിപ്പനി വന്നു, വൃക്ക 2ഉം കംപ്ലൈൻ്റായി. എന്നിട്ടും ഞാൻ പ്രാർത്ഥനയെ തന്നെ തുടർന്ന് ഹോസ്പിറ്റലിൽ 1-1.5 മാസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ രോഗം സൗഖ്യത്തോടെ എല്ലാവരും പ്രാർത്ഥിച്ചവരുണ്ട്. ശക്തന്മാരായ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചു. അവനെ സൗഖ്യത്തോടെ ദൈവം മടക്കി കൊണ്ടുവന്നു. എന്നിട്ടും അവന് ദൈവവേല ചെയ്യുവാൻ അവന് താല്പര്യമില്ല. അവന് ലോകപരമായി തന്നെ ജീവിക്കണമെന്ന് വളരെ ആഗ്രഹത്തോടെ അവൻ ഓടുകയായിരുന്നു. എന്നാൽ അവൻ +2 കഴിഞ്ഞ സമയത്ത് ഡെങ്കിപ്പനി വന്നിട്ട് കൗണ്ട് വളരെ കുറഞ്ഞു.
7,000 കൗണ്ടിലേക്ക് അവൻ താഴ്ത്തപ്പെട്ടു. അവനെ ഒരു ആംബുലൻസിൽ കയറ്റി നമ്മൾ ജൂബിലി ഹോസ്പിറ്റലിൽ കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇവനെ ഇവിടെ കിടത്തിയാൽ പറ്റത്തില്ല, അവന് ബ്ലഡ് അടയ്ക്കേണ്ടി വരും, അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവനെ ആംബുലൻസിൽ കയറ്റി നമ്മൾ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയില്ല, അനന്തപുരി ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അവനെ നല്ലവണ്ണം ട്രീറ്റ് ചെയ്തു. കാരണം കൗണ്ട് താഴെ ആയതുകൊണ്ട് ഡോക്ടർമാർ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. കാരണം എവിടെ കൂടെയെങ്കിലും ബ്ലഡ് ഔട്ടായി വന്നാൽ അവനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും വളരെയധികം പ്രാർത്ഥിച്ചു. ഒരാഴ്ചയെ അവിടെ കിടക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ പിന്നീട് അവൻ സൗഖ്യമുള്ളവനായി തന്നെ അവൻ മടങ്ങി വന്നു. അതുകൊണ്ട് അവന് മനസ്സിലായി ഞാൻ ലോകത്തിനുള്ളവനല്ല, ഞാൻ കർത്താവിനുള്ളവനാണെന്ന്. എന്നിട്ട് അവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശേഷം അവന് PG എടുക്കണമെന്ന് തോന്നി. PGക്ക് വേണ്ടി അവൻ 1 വർഷം വെയിറ്റ് ചെയ്തു. പക്ഷേ PG എടുക്കാൻ കഴിഞ്ഞില്ല. അതിന് PG എടുക്കാൻ നിന്നപ്പോൾ തന്നെ പിന്നീട് അവൻ പറഞ്ഞു ഇനി ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല പപ്പ, എനിക്കിനി ബൈബിൾ കോളേജിൽ പോകണം എന്ന് പറഞ്ഞ് അവൻ ആദ്യം ഇവിടെ അടൂരൊരു ബൈബിൾ കോളേജിൽ പോയി. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് 1 വർഷം നിന്ന ശേഷം ആന്ധ്രയിൽ പോയി അവൻ COTRൽ പോയി 3 വർഷം പഠിച്ചു. ആന്ധ്രാപ്രദേശിൽ അവൻ ബൈബിൾ കോളേജിൽ പഠിച്ചു. ഇപ്പോൾ മടങ്ങി വന്നു. ഞങ്ങളുടെ ഹെവൻലി ലൈറ്റ് ചർച്ച് വേറ്റനാട് നമ്മൾ ഒരു ഹോള് റെൻറ്റിനടുത്താണ് ആരാധന നടത്തുന്നത്. അവിടെ അവൻ അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ട് ഇപ്പോൾ വേല ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ഇപ്പോൾ സന്തോഷത്തോടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിനു വേണ്ടി നിലകൊണ്ടപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന തീച്ചൂള സമാനമായ പ്രതികൂല ദിനങ്ങൾ ഓർത്തെടുക്കുന്ന റോസ്ലെറ്റ് യേശുവിനെ സന്തോഷമുള്ള അധരങ്ങളാൽ ഏറ്റുപറയുകയാണ്. 2 വൃക്കകളും തകരാറിലായിപ്പോയ മകൻ്റെ സൗഖ്യം ഈ സഹോദരിയുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. എൻ്റെ ഹസ്ബൻഡ് വളരെ ക്രൂരനായൊരു മനുഷ്യനായിരുന്നു. എല്ലാവരും ഗുണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം, അതായത് കുഞ്ഞിനെ നമ്മൾ ഒരിക്കൽ മകന് സുഖമില്ലാതെ കിടന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം 2ാമത് ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഡോക്ടറെ കാണാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു നമുക്കിനി പ്രേയറിന് പോയാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം പപ്പ എന്ന് പറഞ്ഞ് മകൻ്റെ നിർബന്ധപ്രകാരമാണ് ചേട്ടൻ പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത് അവിടുത്തെ വന്ന പ്രാസംഗികൻ ചേട്ടൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്തുള്ള സംഭവങ്ങൾ പറയുകയും അങ്ങനെ എന്നെ ഇതുവരെ അറിഞ്ഞുകൂടാത്ത ഈ മനുഷ്യന് എൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെ മനസ്സിലായി, ഇത് ദൈവപ്രവൃത്തിയാണ്, യേശു ജീവിക്കുന്ന ദൈവമാണ് എന്ന് എൻ്റെ ഹസ്ബൻഡിന് തോന്നുകയും പിന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് കുടുംബത്തിനകത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തു. അതായത് കുഞ്ഞിന് മകന് വയ്യാതായാൽ പിന്നെ ഞങ്ങൾ കരങ്കോർത്തിരുന്ന് പ്രാർത്ഥിക്കുക പതിവായി, വീട്ടിൽ ആരാധിക്കുക പതിവായി. ഇങ്ങനെ കുറേശ്ശെയാണ് എൻ്റെ ഹസ്ബൻഡ് പിന്നീട് രക്ഷയിലേക്ക് വന്നത്. പൂർണ്ണമായ രക്ഷയിലേക്ക് വന്നത് തൻ്റെ സഹോദരിയുടെ മകൾക്ക് പൈശാചിക ബന്ധനത്താൽ ഭാരപ്പെട്ടു വളരെയധികം ഓടി. വളരെ ദേവദാസന്മാരുടെ അരികിലൊക്കെ പോയി ഇട്ടാണ് ആ കുഞ്ഞ് ഫ്രീ ആയത്. ഏകദേശം ഒരു 2 വർഷത്തോളം നമ്മൾ അവളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോഴാണ് അങ്ങനെ ആ പൈശാചിക ബാധയിൽ നിന്ന് പ്രിയ സഹോദരി ഫ്രീ ആയതോടു കൂടിയാണ് ചേട്ടൻ പൂർണ്ണമായും ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഒരിക്കലും സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയിലേക്ക് മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ കളിയാക്കിയുടെ നടുവിൽ ഇപ്പോൾ എൻ്റെ യേശുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ അവിടെ നടുവിൽ എൻ്റെ ദൈവം എൻ്റെ ചേട്ടനെ മാനിക്കുകയുണ്ടായി. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ചേട്ടനെ ദൈവം കരങ്ങളെടുക്കുകയുണ്ടായി. ദേശത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വളരെ പ്രതികൂലങ്ങളുണ്ട്. എനിക്ക് മാരകമായ രോഗങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ ഒരു മുഴ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വേഗത്തിൽ കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജിൽ കൊണ്ടു. ഞാൻ ഇവിടെ ഒരു ഗൈനക്കോളജിനെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല, ഇത് ഒത്തിരി ലാർജായിപ്പോയതാണ്, അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകണം. മെഡിക്കൽ കോളേജിൽ പോയിട്ട് അത് കുത്തിയെടുത്ത് പരിശോധിച്ച് അതിനെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു.
അപ്പോൾ വളരെ ഭാരത്തോടെയാണ് ഞാൻ ഭവനത്തിനകത്ത് വന്നപ്പോൾ എൻ്റെ ചേട്ടനുണ്ട്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ പോകണം, തിങ്കളാഴ്ച തന്നെ പോകണം, വേഗത്തിൽ പോകണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇല്ല, ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വെച്ചത് ഈ മനുഷ്യൻ എന്നെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ എന്നെ പരിപാലിക്കാൻ മനസ്സില്ല, പൈസ പോകും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണോ എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ച ടൈമിൽ തന്നെ പറഞ്ഞു ഇല്ല, നമ്മൾ ആരാധിക്കുന്ന യേശുവിന് നമ്മളെ സൗഖ്യമാക്കാൻ കഴിയും, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നിൻ്റെ രോഗമാണ്, നിൻ്റെ ശരീരത്തിലാണ് സൗഖ്യം നടക്കേണ്ടത്. അപ്പോൾ നിൻ്റെ വിശ്വാസം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും വിടുതൽ സംഭവിക്കുക. ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഭാര്യയെ സൗഖ്യമാക്കണമെന്ന്. പക്ഷേ നിൻ്റെ ശരീരത്തിൽ ആ രോഗത്തിന് സൗഖ്യം വേണമെങ്കിൽ നിൻ്റെ വിശ്വാസം എങ്ങനെയാണോ അപ്രകാരം വേഗത്തിൽ സൗഖ്യം നടക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ പഴയ പ്രാർത്ഥന ലൈഫിലേക്ക് തിരികെ വന്നത്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു സൺഡേ ആരാധനയിൽ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിനകത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പാട്ടിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിനെ സൗഖ്യമാക്കണം, എന്നെ പരിപൂർണമായി എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഭവനത്തിനകത്ത് വന്നപ്പോൾ എൻ്റെ ആ മുഴ കാണാനില്ല, അത് സൗഖ്യമായി തീർന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിലെ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് അടുത്ത ബന്ധത്തിൽ ഞാൻ ജീവിച്ചില്ല എങ്കിൽ ഞാൻ രോഗിയായി തീരും എന്നൊരു പ്രവചന ശബ്ദം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് അടുത്ത് വരും. പക്ഷേ പ്രശ്നങ്ങൾ ഒന്ന് റിലീസാവുമ്പോൾ ഞാൻ വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ എന്നെ വിട്ടുമാറാത്തൊരു രോഗമുണ്ടായിരുന്നു, ശ്വാസം മുട്ടാണ്. ആ ശ്വാസം മുട്ടിനകത്ത് ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഒത്തിരി ഞാൻ മരണപ്പെട്ടു പോകാമെന്നുള്ള രീതിയിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ICUവിനകത്ത് പോയിട്ടുണ്ട്. അവിടെയൊക്കെയും എൻ്റെ ദൈവം എന്നെ സൗഖ്യത്തോടെ എന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ ഇപ്പോൾ 3 വർഷത്തോളമായി എന്നെ ഇപ്പോൾ ആ ശ്വാസം മുട്ടെന്ന് പറഞ്ഞ രോഗം എന്നെ അലട്ടാറില്ല. ജസ്റ്റ് ചപയം അതൊക്കെ വരും, എങ്കിലും പഴയ ആ രോഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകാറില്ല. അങ്ങനെ ഞാൻ വളരെ ഫ്രീ ആണ്. എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ എന്നെ തെളിയിച്ച ഒരു അനുഭവമാണ്. ഞങ്ങൾ 4 പേരും കൂടി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ ബൈബിൾ കോളേജിൽ പഠിച്ചു. അവൻ പാസ്റ്ററായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എൻ്റെ ഇളയ മകൻ അവൻ BTech പഠിച്ചതാണ്, മറൈൻ എഞ്ചിനീയറാണ് പഠിച്ചത്. അവൻ ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചതെങ്കിലും കർത്താവ് അവന് ജോലി നൽകിയില്ല. അവനും ഇപ്പോൾ ദൈവത്തിൻ്റെ വേലയിലാണ്. തമിഴ്നാട്ടിൽ പാസ്റ്റർ കൂടിൽ അവനൊരു ശുശ്രൂഷകനായി നിൽക്കുന്നു. അത് അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ കൊല്ലത്ത് കർത്താവിൻ്റെ വേലയുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾ ആത്മീയ കൂട്ടായ്മയിൽ ഞങ്ങൾ ശക്തരായി കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. ആരാധിച്ച് ഞാൻ ദൈവശബ്ദം ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അപ്രകാരം ഞാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. പപ്പയ്ക്ക് വയ്യാത്ത ആളാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പയ്ക്ക് വയ്യാത്തതായിട്ട് എന്നെ കാണിച്ചു. പപ്പയ്ക്ക് കാലിൽ ആസിഡ് വീണ് പപ്പ പൊള്ളലേറ്റ ആളാണ്. അപ്പോൾ മുട്ടിന് താഴോട്ട് പപ്പ ബലഹീനപ്പെട്ട, ആ മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല, ബാൻഡേജ് കെട്ടിയാണ് വെച്ചേക്കുന്നത്. ചിലപ്പോൾ ആ മുറിവിനകത്ത് പുഴുക്കളൊക്കെ വരും. അങ്ങനെ പപ്പ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ പപ്പയ്ക്ക് ക്യാൻസർ, ആ മുറിവിൽ നിന്ന് പിന്നെ പപ്പയ്ക്ക് ക്യാൻസറായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു വൈകിയ സമയത്ത് പപ്പയ്ക്ക് വയ്യെന്ന് തന്നെ അമ്മ വിളിച്ചു. അപ്പോൾ ഞാൻ പോയി പപ്പയെ കാണാൻ വേണ്ടി പോയി. ഞാനും എൻ്റെ ചേട്ടനും കൂടെ പോയപ്പോൾ പപ്പ കിടക്കുകയാണ്. പപ്പ വെപ്രാളം കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചു. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചപ്പോൾ പപ്പ വന്നില്ല. പപ്പ പറഞ്ഞു വേണ്ട മക്കളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പപ്പയുടെ കട്ടിലിൽ ചെന്നിരുന്നിട്ട് പപ്പ എഴിക്കും കിടക്കും, അങ്ങനെ ഒരു വെപ്രാളത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് പപ്പ എണീറ്റിരുന്നിട്ട് എൻ്റെ തോളോട് ചേർന്നിരുന്ന് ഇങ്ങനെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ ഇടപെട്ടു. അങ്ങനെ പ്രാർത്ഥിക്കരുത്, ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി പപ്പ പോകാൻ സമയമായി കാണും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷേ ഞാൻ അപ്പോഴും അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചില്ല. ഞാൻ പപ്പയെ കിടത്തി പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കറിയാം പപ്പ നാളെ എപ്പോഴാണോ പപ്പ പോകാം. അപ്പോൾ പപ്പ അവിടെ കുറച്ച് അമ്മയോട് കുറേ സംസാരിച്ച ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ, പപ്പ രക്ഷിക്കപ്പെട്ട ആളാണ്, അപ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിനകത്ത് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞതായിട്ട് ഞാൻ പിന്നീട് അറിഞ്ഞു.
പക്ഷേ ഞാൻ രാവിലെ എണീറ്റപ്പോൾ പപ്പയ്ക്ക് ചെറിയ ശ്വാസം മുട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി പപ്പ എന്തായാലും പപ്പ ഇന്ന് മരിക്കുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ആൻറ്റിമാരെ വിളിച്ച് പറഞ്ഞു, പപ്പയ്ക്ക് അസുഖം കൂടുതലാണ്, നിങ്ങൾ വേണമെന്നുള്ളൊരു ജീവനോടെ കാണണമെങ്കിൽ നിങ്ങൾ വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ വന്നപ്പം പപ്പ സുഖമായിട്ടിരിക്കുന്നു. ഫോൺ വിളിച്ച് പറഞ്ഞാൽ എന്നെ എല്ലാവരും കൂടെ വഴക്ക് പറയാൻ തുടങ്ങി, നീ എന്തിനാ അങ്ങനെ പറയുന്നത്. പക്ഷേ എനിക്ക് ഇന്നലെ കിട്ടിയേക്കല്ലേ ദൈവത്തിന് ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷേ അവരിരിക്കെ വിട്ടി എന്നെ പെട്ടെന്ന് പപ്പയ്ക്ക് സുഖമില്ലാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ പപ്പ അന്ന് 6:30 മണിയോടുകൂടി പപ്പ മരിക്കുകയുണ്ടായി. അന്ന് എൻ്റെ ഉള്ളിൽ ദൈവം സംസാരിച്ചതാണ് പപ്പ മരിച്ചു പോകുമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം എനിക്കറിയാൻ പറ്റി, ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റി. അതോടെ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഈ യേശു ജീവിക്കുന്ന ദൈവമാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞതോടുകൂടി ഞാൻ പരാജയപ്പെട്ടവളല്ല, ഞാൻ ജീവിക്കുന്നവളാണ്. അതുകൊണ്ട് ഈ യേശുവിനെ ആരാധിക്കുന്ന നാം, വചനം പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യയിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. ഈ നാമത്തെ മുറുകെ പിടിച്ചാൽ നാം ജയിച്ചവരാണ്, ഒരിക്കലും പരാജയപ്പെട്ടവരല്ല. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോകത്തിൽ നമ്മൾ ആരൊക്കെ ഉണ്ട്, അവരെല്ലാം എന്നെ കരുതിക്കൊള്ളും, എന്നെ പരിപാലിച്ചുകൊള്ളും എന്നൊക്കെ നാം ആശ്രയിക്കുന്ന ആശ്രയങ്ങളെല്ലാം ഉണ്ട്. ഈ ആശ്രയങ്ങളെല്ലാം ഒരിക്കൽ നമ്മെ കൈവിട്ടു പോകും. പക്ഷേ നാം പിടിച്ച യേശു എന്ന് പറഞ്ഞ യേശു നമ്മെ ഒരിക്കലും കൈവിടാത്തവനാണ്. നമ്മ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ വിചാരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ കരുതും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ കരുതും, അവരെന്നെ സ്നേഹിക്കും, അവരെൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ ഞാൻ കരുതത്തില്ലേ. അതുപോലെ ഞാൻ കരുതിയാൽ ഇവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇവരൊക്കെ നമ്മളോട് കൂടെ നടന്നാൽ ഇവർ നമ്മളെ സംരക്ഷിക്കത്തുന്നില്ല, അവർ നമ്മെ സംരക്ഷിക്കും, ഇവർ നമ്മളെ സ്നേഹിക്കും, ഇവരെ നമ്മളെ കരുതും. പക്ഷേ എന്നാൽ അവർക്കൊരു പരിധിയുണ്ട്. അവർ എന്ത് ചെയ്യുന്നറിയാമോ, അവർ നമ്മളെ കൂടിപ്പോയാൽ അവർക്ക് നമ്മളെ ശവക്കല്ലറ വരെ വരാൻ പറ്റുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞും നിത്യമായൊരു ജീവിതത്തിലേക്ക് നമ്മെ കരം പിടിച്ച് കയറ്റാൻ യേശുവിന് മാത്രമേ കഴിയൂ. അതിൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. എനിക്ക് പണ്ടേ തന്നെ വചനം ഒത്തിരി അറിയാം. പക്ഷേ അതിലൊന്നും ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടെന്നും ഇങ്ങനെ ഒരു അതിശയമുണ്ടെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ആ യേശു സ്നേഹവാനാണ്, ആ യേശു ആശ്വസിപ്പിക്കുന്നവനാണ്, ആ യേശു കരുതുന്ന ദൈവമാണ് എന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ യേശുവിനെ മുറുകെ പിടിച്ചവരാരും പരാജയപ്പെടത്തില്ല, ആരും പരാജയപ്പെട്ട ചരിത്രവുമില്ല. അതുകൊണ്ട് ഈ യേശുവിനെ മുറുകെ പിടിച്ച് ഇനിയുള്ള ജീവിതം യേശുവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈ കുടുംബം അനുഭവിച്ചറിഞ്ഞത് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളാണ്. രോഗങ്ങളുടെ മേൽ അധികാരമുള്ള യേശുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ ഈ സഹോദരിയുടെ ഓരോ വാക്കുകളും നമുക്ക് വിശ്വാസത്തിൽ വളരുവാൻ ഉപകരിക്കട്ടെ. യേശു